ഒരുത്തനെങ്കിലുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. അഭിനന്ദിച്ചേക്കാം. എടാ ഞാനേ മണ്ടൻ, കൂടുള്ള നീ മണ്ടനെ നമ്മളെങ്ങനെ വളരുണ? നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മളെ പോലെ തന്നെ തലക്ക് വെളിവില്ലാത്തൊരു ചങ്കിനെ കൂട്ടായിട്ട് കിട്ടുക അറിയുന്നത്. Enjoy every moment you have, because in life there are no rewinds, only flashbacks. Make sure it's all worth it. ലൈവാണ്, ഞാൻ കംപ്ലീറ്റ് നാട്ടിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഫിഷിങ്ങിനാണ്. ഉസ്മാനെ, കുറേ കാലത്തിന് ശേഷം ഉസ്മാനുണ്ട്, വർഗീസ് ഭായി ഉണ്ട്, റഷീദ് ഭായി ഉണ്ട്. അപ്പോൾ ഇന്നൊരു ലോങ് ജേണിയാണ് അല്ലേ. ഏകദേശം ഞങ്ങൾ സൗദി അല്ല, ഏകദേശം ഞങ്ങൾ 35 കിലോമീറ്റർ ഞങ്ങൾ സൗദിൻ്റെ അടുത്ത് 35 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഒരു ഫിഷിങ്ങിന് വേണം, ദൂരത്തിൽ ബഹ്റൈൻ. അപ്പോൾ ഇന്ന് ദൂരത്തിൽ ബഹ്റൈനിലെ ഫിഷിംഗ് ആണ്. അതുപോലത്തെ അവിടുത്തെ കുറേ മനോഹരങ്ങളായ കാഴ്ചകൾ നമുക്ക് കാണിച്ചു കൊടുത്താലോ. അപ്പോൾ ഇനി നേരെ വീഡിയോ ഇട്ടിട്ട് വന്നോ, അടിപൊളി വീഡിയോ ആയിരിക്കും. വർഗീസ് ഭായി ഫുൾ എനർജി അല്ലേ, പൊളിക്കണ്ടേ? ഓക്കെ ഉസ്മാനെ, പൊളിക്കാം. അപ്പോൾ ഇനി നമുക്ക് ദൂരത്തിൽ ബഹ്റൈൻ വെച്ച് കാണാം. ദുറത്ത് അൽ ബഹ്റൈൻ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളെ ബഹ്റൈനിലെ ബ്യൂട്ടിഫുള്ളായ ഒരു ഐലൻഡ്. നല്ല തണുപ്പുള്ള ഒരു ഡിസംബർ മാസത്തിലെ വെള്ളിയാഴ്ച. സൂപ്പർ ഫിഷിംഗ് സ്പോട്ടുള്ള സ്ഥലമാണ് ദുറത്ത് അൽ ബഹ്റൈൻ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഫിഷിങ് ദുറത്തുൽ അൽ ബഹ്റൈൻ. അപ്പോൾ പോകുമ്പോൾ കുറേ ദുറത്തുൽ ബഹ്റൈൻ്റെ കാഴ്ചകളും പിന്നെ അത് കഴിഞ്ഞ് ഫിഷിങ്ങും പിന്നെ ഞങ്ങളുടെ കുറേ തമാശകളായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണട്ട. അങ്ങനെ ഞങ്ങൾ ദുറത്തുൽ ബഹ്റൈനിലേക്ക് എൻട്രിയാണ്. ഇതാണ് ദുറത്തുൽ അൽ ബഹ്റൈൻ. ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല, നല്ല നല്ല കാഴ്ചകൾ കണ്ട് നിങ്ങൾ വീഡിയോ കാണുക ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് നാസർ ടെക്സിം. സംസാരിച്ച് നിൽക്കാൻ മിടുക്കനാണ് നീ. ഏത് വേണം വീഴും കേട്ടോ, പെട്ടെന്ന് വീണു പോകും. നീ കൊള്ളാം, നല്ലതാ. ഇത് പൊന്നേര് ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. ആ ബൾബിന്റെ ഫിലമെന്റ് പോകും. ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് വരായിരുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ഞാൻ ചുമച്ചില്ലല്ല, സാധനം ചുമക്കാൻ. പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ഐസിയിൽ 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എണ്ണ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ. എന്നെ തോൽപ്പിക്കാൻ വളരെ കാലമായി വിക്രമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. പക്ഷേ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ ധൈര്യം ഉണ്ടായതിന്റെ പിന്നിൽ മറ്റൊരു ശക്തിയുടെ പിൻബലമുണ്ട്. ഏത് ശക്തി? വിജയൻ. ആജ് മച്ചി
आधा घंटा हो गया, अभी तक एक भी मच्छी जाल में नहीं फंसी। मच्छा पकड़ दे। ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇരക്കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊടുത്തിയ ചൂണ്ടൽ ഒടിയുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്ക് കൈ നോക്കാം. ओफो, नया फिशिंग रॉड, नए हुक्का, ये वाला तो बहुत महंगा दिख रहा। मगर लास्ट वीक ही चेक नया लिया था ना। मेरे को मेरा इक्विपमेंट इंप्रूव करना पसंद है, तो ये नया ऐड करा कलेक्शन में। महीने को कितना खर्च करता है इस पे? सही बोलूं, ये बहुत एक्सपेंसिव है, मगर मैं എന്താ ചെയ്യാനൊക്കെ പക്ഷി മീൻ ഇതെന്ത് ചെയ്യും ഇപ്പോൾ പാവം അല്ല എൻ്റെ ഈ റോഡ് പാവം പക്ഷിയില്ല അത് ഞാനിങ്ങനെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷി വന്നിട്ട് എൻ്റെ ബ്രൈഡിൽ കിണിഞ്ഞുപോയി ഗൈസ്. ആകെ പെട്ടുപോയിട്ടുണ്ട്. ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള കളിയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മളതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ജിഗ് പറയണ്ടേ? ആ കളിയാ കളിയാ ആ അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കാം. അങ്ങനെ ബ്രൈഡ് പൊട്ടി അത് രക്ഷപ്പെട്ടു. പാവം പോകുന്നുണ്ട് കേട്ടോ, ദൂരെ പോകുന്നുണ്ട്. അത് ചില സമയത്ത് ഇങ്ങനെയാണ്, അത് ഓടി വന്ന് നമ്മൾ ബ്രൈഡിന് കൊടുക്കും. എന്തായാലും പല പ്രാവശ്യം നമുക്കിത് സംഭവിച്ചു. നമ്മൾ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, ഡോണ്ട് കം ഹിയർ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരത്, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ. ഗൈസ്, ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ ഇവൻ ഭീകരനാണ് ഗൈസ്. ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഗൈസ് ചൂണ്ടെറിഞ്ഞ് ബോട്ടിനെ പിടിക്കുക. നോക്കിയ ഗൈസ്, റെഡി 1 2 3 കണ്ട ഗൈസ്, ബോട്ടിനെ പിടിച്ചു ഗൈസ് ഇവൻ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തേ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ?
രണ്ടുപേരാണ് ക്യാമറയിൽ പതിഞ്ഞത്. ഇവരുടെ വേഷത്തിൽ നിന്നാണ് കുറുവ സംഘം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ചൂല് കച്ചവടക്കാരായും ആക്രി പെറുക്കി വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണ ശ്രമം നടന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. കുറുവ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളുടെ ദൃശ്യം CCTVയിൽ നിന്ന് കിട്ടി. മുഖം മറച്ച് അർത്ഥനഗ്നനായി രണ്ടുപേരാണ് ക്യാമറയിൽ പതിഞ്ഞത്. ഇവരുടെ വേഷത്തിൽ നിന്നാണ് കുറുവ സംഘം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. ചൂല് കച്ചവടക്കാരായും ആക്രി പെറുക്കിയും സഹായം ചോദിച്ചും പകൽ കറങ്ങി നടക്കുന്ന സംഘം മോഷണത്തിന് പറ്റിയ വീടുകൾ കണ്ടുവയ്ക്കും. സംഘത്തിലെ സ്ത്രീകളും കുട്ടികളുമാണ് ഇവർ വീടുകൾ കണ്ടെത്താനായി പറഞ്ഞു വിടുക. വീടുകൾ നോക്കി വെച്ച ശേഷം 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കും മോഷണം നടത്താൻ. മോഷണത്തിന് 6 മാസം മുൻപ് തന്നെ ഇവർ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറും. പിന്നീട് മടങ്ങിയെത്തി കവർച്ച നടത്തി കടന്നു കളയും. സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്ററെങ്കിലും അപ്പുറമാണ് എപ്പോഴും മോഷണം നടക്കുക. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്നു വെള്ളം ഒഴിക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട്. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം വീടിനകത്തേക്ക് കയറും. 3 പേരുടെ സംഘമായിരിക്കും പലപ്പോഴും മോഷണത്തിനെത്തുക. ഇവരുടെ വേഷത്തിനുമുണ്ട് പ്രത്യേകത. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കിട്ടും. ഷർട്ടും കൈലിയും അരയിൽ ചുറ്റിവെച്ച ശേഷം അതിനു മുകളിൽ കൂടി ഒരു നിക്കർ ധരിക്കും. സ്ഥിരമായ മേൽവിലാസമോ താമസ സൗകര്യമോ ഇവർക്കില്ല. വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തിയോ കഴുത്തിൽ കത്തിവെച്ചോ വിരട്ടി പണവും ആഭരണവും കവരും. എതിർക്കുന്നവരെ ക്രൂരമായി ആക്രമിക്കും. സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുകയാണ് പതിവ്. ഇതിനായി കട്ടിയുള്ള ഒരു കത്രിക കയ്യിൽ ഉപയോഗിക്കും. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവർക്ക്. തമിഴ്നാട്ടുകാരാണെങ്കിലും നന്നായി മലയാളം സംസാരിക്കും. കുറുവ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഇവരെ തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നാണ് വിളിക്കുന്നത്. കമ്പം, ആങ്കൂർ പാളയം, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലാണ് ഇവരുടെ കേന്ദ്രങ്ങൾ. മോഷണം മുതൽ കടത്തുന്നതും തമിഴ്നാട്ടിലേക്ക് തന്നെ. தூக்கிடுங்க. சரியான கை. ശരിയാണ് കൈ. എന്നോട് അങ്ങോട്ട് ഒരു ഇഞ്ച് അങ്ങോട്ട് പോകുന്നില്ല. ഒരു ഇഞ്ച് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. Big one. പൊക്കല്ലേ. ഞാൻ അടിച്ചു ഗൈസ് റബി അടിച്ചു ഗൈസ്. ഞാൻ ഡോക്ടർ ബിനിക്കുള്ള റബീബാണ്. റോഡുണ്ട് ലൂസാക്ക്. അങ്ങനെ അടിച്ച് ഗൈസ്. ഇതാണ് ഗൈസ് റബീബ്.
ഇതാണ് ഗൈസ് നമ്മളിന്ന് പിടിച്ച മീനുകൾ. റബീബ് കിട്ടിയിട്ടുണ്ട്, ബാറക്കൂട കിട്ടിയിട്ടുണ്ട്, ജെഷ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ദുറത്തുൽ ബഹ്റൈൻ നൈറ്റായി. ഞങ്ങൾ ഇന്നത്തെ വേട്ട ഇതാണ്. ദുറയിലെ റബീബ് കിട്ടിയിട്ടുണ്ട്, ബാറക്കൂട കിട്ടിയിട്ടുണ്ട്, ജഷ് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല ഉസ്മാനെ. അടിപൊളിയാണ്. അപ്പോൾ എൻജോയ് ചെയ്തു. ക്ലൈമറ്റ് ആണെങ്കിൽ സൂപ്പറാണ് ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോയും വലിയ മീനുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. BSA ബഹ്റൈൻ.